ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു പ്രത്യേകതരം മീൻകറി ഉണ്ടല്ലോ, അയിലക്കറി. നല്ല കൊഴുത്ത ഗ്രേവിയോടെ കിട്ടുന്ന കറി നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനകത്ത് ഒരു സംഭവം ഇവർ അരച്ച് ചേർക്കുന്നുണ്ട്, അതാണ് ഈ കൊഴുപ്പ് കിട്ടുന്നത്. അതുമല്ല കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും. ഇനി ഇതങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ 2 സവാള, 2 തക്കാളി, 2 പച്ചമുളക് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. 4 അയിലേക്കുള്ള കൂട്ടാണ് ഞാൻ റെഡിയാക്കാൻ പോകുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പം ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഈ അരപ്പാണ് കറിയുടെ കൊഴുപ്പും അതേപോലെ ടേസ്റ്റും കൂട്ടുന്നത്. അപ്പം ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. നല്ല പേസ്റ്റ് പോലെ ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 ചുവന്നുള്ളിയും എടുത്ത് വെക്കാം. നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അയില മാത്രമല്ല, നമുക്ക് നത്തോലി ആയാലും മത്തി ആയാലും ഇതേപോലെ കറി വെച്ച് വെക്കാം കേട്ടോ. സത്യത്തിൽ ഇത് രാത്രിയിൽ കറി വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് കൂട്ടുന്നതാണ് നല്ല ടേസ്റ്റ്. നമുക്ക് രാവിലത്തെയും പലഹാരത്തിനൂടെയും കൂട്ടാം, ഉച്ചയ്ക്ക് ചോറിനൂടെയും കൂട്ടാം. അപ്പോഴാണ് ആ മീനിനകത്ത് ഈ അരപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. കാരണം നമ്മുടെ സവാളയുടെയും അതേപോലെ തക്കാളിയുടെയൊക്കെ ആ പച്ച ഗന്ധം ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് മാറണം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ പിങ്ക് കളറൊക്കെ മാറി ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മീൻ എത്ര എടുക്കുന്നോ അതിനനുസരിച്ചുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 4 അയിലേക്കുള്ള മസാലക്കൂട്ടുകളാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത പൊടികൾ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം മാറിയിട്ട് ഒരു മൂത്ത സ്മെല്ലും ആ ഒരു പൊടികൾ മൂത്ത കളറും വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുടംപുളിയാണ് എടുത്തേക്കുന്നത്. അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ജാറ് കഴിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുത്ത വെള്ളം ഒന്ന് കുറുകി വരുമ്പോൾ മാത്രം ബാക്കി വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് തിളയ്ക്കാൻ വെക്കുക കേട്ടോ. അപ്പോൾ മീൻകറി വെക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാൽ തന്നെ ഞാൻ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ മൂടി തുറന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്തിട്ട് ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പം എപ്പോഴും നമ്മുടെ മീൻ കറി വെക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ കറി നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഒരു 5-7 മിനിറ്റോളം, 10 മിനിറ്റ് എടുക്കത്തില്ല, അതിന് മുമ്പേ മീൻ വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. നമ്മുടെ അയിലയല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളൂ. എന്നിട്ട് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ എണ്ണയെല്ലാം തെളിഞ്ഞ് വരും. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം. ആ ഉലുവാപ്പൊടി ലാസ്റ്റ് ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എല്ലാ തവണയും പറയുന്ന പോലെ ഞാൻ നേരത്തെ മീൻ കറി വെച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ പറയും ലാസ്റ്റ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അല്പം ഉലുവാപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ മീൻ കറി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പം എൻ്റെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം തവിയിട്ടിളക്കുമ്പോൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ മീനെല്ലാം ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യും, അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.